Hello students, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെൻറ്റ് 12, അതായത് റിക്കർഷൻ യൂസ് ചെയ്ത പ്രോഗ്രാംസ്, അതിൻ്റെ ഡിസ്കഷനാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ തന്നെ ഉള്ളതാണ്. ഫാക്ടോറിയൽ യൂസിങ് റിക്കർഷൻ, ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഇവിടെ ഈക്വൽ ടു 0 by 0 factorial is 1, അല്ലെങ്കിൽ 1 factorial 1, ഏത് വേണമെങ്കിലും നമുക്ക് ഈക്വൽ ടു 1 വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് NCR NPR. ഇതും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഫങ്ഷൻ നേരത്തെ കൂട്ടിയിട്ട് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിബൊനാച്ചി സീരീസാണ്. ഓക്കെ, ഫിബൊനാച്ചി സീരീസ് നമ്മൾ ഇതുവരെ ഞാനായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് അത് വിത്തൗട്ട് റിക്കർഷൻ ഒന്ന് ആദ്യം പറയുകയാണ് എങ്ങനെയാണ് എന്നുള്ളത്. ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് അറിയാമല്ലോ. എന്താ സീരീസ് എന്ന് പറയുന്നത്? 0 1 1 2 3 5 അങ്ങനെ പോകും. അതായത് തൊട്ട് മുന്നേ ഉള്ളത് ഇതാണ് സീരീസ് എന്ന് പറയുന്നത്. 0 1 1 2 3 5 8 13 അങ്ങനെ പോവും. അപ്പം ഈ 2 എണ്ണം ആഡ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അതായത് കറണ്ട് ടേം ഇസ് ഈക്വൽ ടു പ്രീവിയസ് ടേമും അതിന് തൊട്ട് മുന്നേ ഉള്ള ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് കറണ്ട് ടേം. 2 എന്ന് പറയുന്നത് 1ഉം 1ഉം. ഓക്കെ, 3 2ഉം 1ഉം, 5 3ഉം 2ഉം ആഡ് ചെയ്യുക, 8 5ഉം 3ഉം ആഡ് ചെയ്യുക, 13 8ഉം 5ഉം ആഡ് ചെയ്യുക. തൊട്ട് മുന്നേ ഉള്ള ടേമും അതിന് മുന്നേ ഉള്ള ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് കറണ്ട് ടേമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വിത്തൗട്ട് റിക്കർഷൻ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഞാൻ ഫോർ ലൂപ്പിന് വേണ്ടി നമ്പർ ഓഫ് ടേംസ് n, ദെൻ ഫസ്റ്റ് ടേം ഞാൻ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു, സെക്കൻഡ് ടേം ഞാൻ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റും ഇത് ഫിക്സഡ് ആണല്ലോ, 0ഉം 1ഉം അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് ടേം 0ഉം സെക്കൻഡ് ടേം 1ഉം, 2 എണ്ണം ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മൂന്നാമത് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ നെക്സ്റ്റ് ടേം. സോ നമ്പർ ഓഫ് ടേംസ് n ഞാൻ റീഡ് ചെയ്തു. ഇനി ഫിബൊനാച്ചി സീരീസ് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ ലൂപ്പ് ഞാൻ 1 തൊട്ട് n വരെ വേരി ചെയ്യുകയാണ്. ഓക്കെ, 1 തൊട്ട് n വരെ ഞാൻ വേരി ചെയ്യുകയാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ 0 ടു ലെസ് ദാൻ n വരെ കൊടുക്കാം. അതുപോലെ തന്നെയാണ് 1 തൊട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, രണ്ടും ഈക്വലാണ് അല്ലേ. 0 ടു ലെസ് ദാൻ n വരെ ആണെങ്കിൽ അത് തന്നെയാണ് 1 ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതൊരു കൗണ്ടർ മാത്രമാണ്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എങ്ങനെ കൊടുത്താലും ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ്. ഓക്കെ, 0 ടു ലെസ് ദാൻ n അല്ലെങ്കിൽ 1 ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, അത്രയും പ്രാവശ്യം നമുക്ക് ടേംസിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ ടേം ഏതാണ്? ആദ്യത്തെ ടേം T1 ആണ് അല്ലേ, 0 ആണ്. അപ്പം ഞാൻ T1 പ്രിൻറ്റ് ചെയ്തു. T1 മാത്രമേ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, T1ലേക്ക് ഞാൻ മാറ്റി 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 കൊണ്ടുവരികയാണ് ഏതിനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ T1 പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത ടേം ഏതാണ്? എനിക്ക് 2 ടേം ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, T1ഉം T2ഉം. അപ്പം ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ T1ഉം T2ഉം കൂടെ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പം 0 + 1 ആണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. അതാണ് T1 + T2 നെക്സ്റ്റ് ടേം. ഇനി എന്ത് ചെയ്യണം? എൻ്റെ T1 എന്ന് പറയുന്നത് ഞാൻ T2 ആക്കി, T2 എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ടേം ആക്കി. അതായത് പുതുതായിട്ട് കണ്ടുപിടിച്ചത് T2 ആക്കി, T2യിലുള്ളത് ഞാൻ T1 ആക്കി. ഇനി എനിക്ക് T1നെ പ്രിൻറ്റ് ചെയ്യാമല്ലോ അടുത്ത ടേമായിട്ട് അല്ലേ. അപ്പോൾ അതാണ് അടുത്ത ലൂപ്പിൽ രണ്ടാമത്തെ ടേമായിട്ട് ഞാൻ T1നെ പ്രിൻറ്റ് ചെയ്തു. ഇനി സെയിം പ്രൊസീജിയർ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ T1 + T2. T1ലിപ്പം ഞാൻ ഓൾറെഡി മാറ്റി സെറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ T1ൽ 1 ആക്കി, T2ലും 1 ആക്കി. നെക്സ്റ്റ് ടേം 1 ആണ് കണ്ടുപിടിച്ചത് നേരത്തെ, അപ്പം 2ലും 1 ആക്കി. അപ്പം ഇത് മാറിയിട്ട് T2 ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും 1 ആയി. അപ്പം 1 + 1 2 ആയി നെക്സ്റ്റ് ടേം. ഇനി നെക്സ്റ്റ് ടേം ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി T1നെ ചേഞ്ച് ചെയ്യണം. T1നെ T2 ആക്കി. T2 എന്താണ്? 1.
1 ഞാൻ T1ലേക്ക് കൊടുത്തു. നെക്സ്റ്റ് ടേം 2 ആണ്, 2 T2ലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ T1ൽ 1ഉം T2ൽ 2ഉം ആയി. ഇനി പിന്നെയും പോയി മൂന്നാമത്തെ ടേമായിട്ട് ഞാൻ 1നെ പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ 0 പ്രിൻ്റ് ചെയ്തു, 1 പ്രിൻ്റ് ചെയ്തു, ഇപ്പം 1ഉം കൂടെ പ്രിൻ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കുന്നു, T1ഉം T2ഉം കൂടെ ആഡ് ചെയ്യുന്നു. T1ഉം T2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു, 3 ആയി. അപ്പം നെക്സ്റ്റ് ടേം 3 ആണ്. ഇനി T1ഉം T2ഉം ചേഞ്ച് ചെയ്യുക. T1ലേക്ക് T2, T2ൽ എന്താണ് 2 T1ലേക്ക് വരും. 3 നെക്സ്റ്റ് ടേം 3 ആണ്, 3 T2ലോട്ട് വരും. അപ്പോൾ 2ഉം 3ഉമായി. ദെൻ പ്രിൻ്റ് ഓഫ് T1ൽ എന്താണ് 2. അപ്പം 0 പ്രിൻ്റ് ചെയ്തു, 1 പ്രിൻ്റ് ചെയ്തു, 1 പ്രിൻ്റ് ചെയ്തു. നൗ ഇറ്റ് ഈസ് 2 പ്രിൻ്റ് ചെയ്തു. T1 പ്ലസ് T2, അപ്പോൾ 2ഉം 3ഉം ആഡ് ചെയ്തു. 5 നെക്സ്റ്റ് ടേമിലായി. സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. എത്രയാണോ ടേംസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്രയും ടേംസ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ ഫൈനലി ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കൗണ്ട് തീർന്നിട്ടുണ്ടാവും. ദാറ്റ്സ് ഓൾ. അപ്പം ഔട്ട്പുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ടേംസ് 10 കൊടുക്കുന്നു. ഫിബൊനാച്ചി സീരീസ് എത്രയാണോ, ഞാനിപ്പോൾ 10 കൊടുത്തു. അപ്പോൾ 0, 1, 1 അപ് ടു 34 10 ടേംസിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഫിബൊനാച്ചി സീരീസ് വിത്തൗട്ട് റിക്കർഷൻ. ഓക്കെ, വിത്തൗട്ട് റിക്കർഷനാണ്. റിക്കർഷൻ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫിബൊനാച്ചി സീരീസ് ചോദിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ വരെ ഉള്ള ഫിബൊനാച്ചി സീരീസ്. ഇപ്പോൾ 100 വരെയുള്ള ഫിബൊനാച്ചി സീരീസ് പ്രിൻ്റ് ചെയ്യുക. ഇത് n ടേംസ് പ്രിൻ്റ് ചെയ്യാനാണ് സാധാരണഗതിയിൽ. എങ്ങനെയാണ് ചോദിക്കുക, ചിലപ്പം 100 വരെയുള്ള അല്ലെങ്കിൽ n ടേംസ് വരെ n വരെയുള്ള ഫിബൊനാച്ചി നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അതിൻ്റെ ഇതാണെങ്കിൽ വിത്തൗട്ട് റിക്കർഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. T1 0, T2 1, നെക്സ്റ്റ് ടേം n ആയി. ഓക്കെ, ഇനി എവിടം വരെയാണ് എന്നുള്ളത് ചോദിച്ചു. പോസിറ്റീവ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് ഞാൻ n റീഡ് ചെയ്തു. ഫിബൊനാച്ചി സീരീസ് പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ T1 ആണല്ലോ നേരത്തെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ T1 എന്താണ്, ഈ നമ്പറിനെ കാട്ടി താഴെ ആയിരിക്കണം അല്ലേ, അതുവരെയല്ലേ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ 100 ആണ് കൊടുത്തതെങ്കിൽ 100ൻ്റെ താഴെയാണ് T1 എങ്കിൽ T1നെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, T1നെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എല്ലാം ബാക്കി നേരത്തെ പോലെ തന്നെ. നെക്സ്റ്റ് ടേം T1 പ്ലസ് T2, T1 T2ലേക്ക് ആക്കുക, T2 T1ലേക്ക് ആക്കുക, നെക്സ്റ്റ് ടേം T2ലേക്ക് ആക്കുക. പിന്നെയും പോയി ചെക്ക് ചെയ്യുക, T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T1നെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ 100 ഞാൻ കൊടുത്തെങ്കിൽ 100ൻ്റെ താഴെയുള്ള എല്ലാ ടേംസും ഇവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ അതാണ് അടുത്ത ലോജിക്ക്. അപ്പം പോസിറ്റീവ് നമ്പർ ഞാൻ 100 കൊടുത്തു. അപ്പോൾ 100ന് താഴെയുള്ള എല്ലാം, അപ്പോൾ നേരത്തെ ഞാൻ 10 ടേംസ് എന്ന് പറയുമ്പോൾ 34 എന്ന് മാത്രമേ ഉള്ളൂ. 100 എന്ന് പറയുമ്പോൾ 100ന് താഴെയുള്ള 55ഉം 89ഉം കൂടി പ്രിൻ്റ് ചെയ്തു. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 89 പ്ലസ് 55, അത് 100ന് മുകളിൽ വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിൻ്റ് ചെയ്യണ്ട. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ്. ഇനി ഫിബൊനാച്ചി സീരീസ് അപ് ടു n ടേംസ് യൂസിങ് നമ്മൾ ആദ്യം ചെയ്ത അത് റിക്കർഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണ്. റിക്കർഷൻ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അപ് ടു n ടേംസ് യൂസിങ് റിക്കർഷൻ. ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ചിലപ്പം മറ്റേത് വിത്തൗട്ട് റിക്കർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. അത് പഠിക്കാം. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും അറിയാത്തവർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് കുറച്ച് സ്ലോ ആയിട്ടുള്ളവർക്ക് അതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ, 2 കണ്ടീഷനാണ് നമുക്ക് വേണ്ടത് ഈ റിക്കർഷനിൽ എഴുതാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പിംഗ് കണ്ടീഷനും റിക്കർസീവ് നേച്ചറിൽ നമുക്ക് പ്രോബ്ലത്തിന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്താണ്, ഫിബൊനാച്ചി 2 സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഉണ്ട് നമുക്ക്. ഫസ്റ്റ് പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ 1 ആണ് അല്ലേ. അത് രണ്ടുമാണ് അതിൻ്റെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. ഫസ്റ്റ് പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ 0യും സെക്കൻഡ് പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ 1ഉമാണ്. ഓക്കെ, ഇനി പ്രോബ്ലം റിക്കർസീവ് നേച്ചറിൽ എഴുതുകയാണെങ്കിൽ ഫിബൊനാച്ചി ഓഫ് nth പൊസിഷൻ ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് n-1 പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ പ്ലസ് n-2 പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് nth പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ അല്ലേ. നമ്മുടെ nth പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് n-1th പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ പ്ലസ് n-2 പൊസിഷനിലുള്ള ഫിബൊനാച്ചി നമ്പർ. ഓക്കെ, നൗ നോക്കാം. നമ്പർ ഓഫ് ടേംസ് നേരത്തെ പോലെ ചോദിച്ചു. ഫിബൊനാച്ചി സീരീസ് ഇതാണെന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോർ i = 1 ലെസ് ദാൻ n, നേരത്തെ പോലെ തന്നെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എന്താണ് ഫിബ് ഓഫ് i, ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഫിബ് ഓഫ് i
ഓക്കെ, അപ്പം ആദ്യം 1 പോവും, 2 പോവും, അങ്ങനെ 10 ആണെങ്കിൽ 10 വരെ പോവും. അപ്പോൾ ഫിബ് ഓഫ് 1 വന്നു കഴിഞ്ഞാൽ എന്താവും നോക്കാം. 1 ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലുള്ളത് നമുക്കറിയാം 0, റിട്ടേൺ ചെയ്യുക, സ്റ്റോപ്പിംഗ് കണ്ടീഷനായി. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ളത് നമുക്കറിയാം 1 അല്ലേ, ഇത് രണ്ടുമാണ് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ, 0ഉം 1ഉം. അപ്പം അത് രണ്ടും ഞാൻ സ്റ്റോപ്പിംഗ് കണ്ടീഷനിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി. ഇനി 3 ആണ് വന്നതെങ്കിലോ, 3 ആണ് വന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ പൊസിഷനിലുള്ള നമ്പറാണ് ഇവിടെ വരുന്നത് എങ്കിൽ അപ്പോൾ എന്തായി, ഫിബ് ഓഫ് n-1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 3 ആണ് വന്നെങ്കിൽ 2. ഇവിടെ n-2 എന്ന് പറയുന്നത് 3 - 2 1. അപ്പം ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 1ഉം. ഫിബ് ഓഫ് 2 എന്താണ്, ഇങ്ങോട്ടേക്ക് കോൾ വരുമ്പോഴത്തേക്കും റിട്ടേൺ 1 എന്ന് പറഞ്ഞാൽ അതിവിടെ വരും. ഇവിടെ n-2 എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 1 എന്താണ്, 0 ഇങ്ങോട്ടേക്ക് വരും. അപ്പം 1ഉം 0യും കൂടെ ആഡ് ചെയ്തിട്ട് 1 ആയിരിക്കും ഇതിൻ്റെ റിട്ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലുള്ളത് 3 റിട്ടേൺ ചെയ്ത് പോകും. അപ്പം അങ്ങനെ ഓരോ പൊസിഷനിലേക്കുള്ളതും കോൾ ഇവിടെ വരും, അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതാണ് റിക്കർസീവ് നേച്ചറിലുള്ള നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, 10 ആണെങ്കിൽ 10 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടിലും കയറില്ല, ഇവിടെ വരും. എന്നിട്ട് 9 ഫിബ് ഓഫ് 9 പ്ലസ് ഫിബ് ഓഫ് 8 അത് രണ്ടും പോകും. അപ്പം പിന്നെയും ഈ കോളിലേക്ക് പോവുകയാണ്. ഫിബ് ഓഫ് 9 ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ വന്നിട്ട് ഫിബ് ഓഫ് 8 7, ഫിബ് ഓഫ് 8 പ്ലസ് ഫിബ് ഓഫ് 7. അപ്പം ഇതിന് രണ്ടിനും പിന്നെയും കോളിൽ പോകും. അപ്പോൾ ഫിബ് ഓഫ് 8 ആണ് പോകുന്നതെങ്കിൽ ഫിബ് ഓഫ് 7 പ്ലസ് ഫിബ് ഓഫ് 6, അങ്ങനെ ലാസ്റ്റ് റിട്ടേണിംഗ് പൊസിഷൻ വരെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ട് നേരത്തെ അതേ ഔട്ട്പുട്ട് തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, 10 നമ്പറിനെ പ്രിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരെണ്ണം ചോദിക്കാവുന്നത് nth ഫിബൊനാച്ചി നമ്പർ യൂസിങ് റിക്കർഷൻ. അതായത് ഇവൻ പറയാണ് 10th ഫിബൊനാച്ചി നമ്പർ അല്ലെങ്കിൽ 25th ഫിബൊനാച്ചി നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 4th ഫിബൊനാച്ചി നമ്പർ. ഇതിൻ്റെ കേസിൽ 4th ഫിബൊനാച്ചി നമ്പർ 1 2 3 4. 4th ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 10th ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞാൽ 34 ആണ്. 9th ഫിബൊനാച്ചി നമ്പർ 21 ആണ്. അപ്പം നമുക്ക് ഏതാണോ ആ പൊസിഷൻ തന്നിരിക്കുന്ന അതിൻ്റെ നമ്പർ മാത്രം സെൻഡ് ചെയ്ത് കൊടുക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഒക്കെ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ 1 ഫസ്റ്റ് പൊസിഷൻ 0 ആണ്, സെക്കൻഡ് പൊസിഷൻ 1 ആണ്. ദെൻ റിക്കർസീവ് നേച്ചറിൽ എഴുതുന്നതിലും ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പോസിറ്റീവ് നമ്പർ ചോദിച്ചു. ഓക്കെ, എത്രാമത്തെ നമ്പറാണെന്ന് പറയണ്ടേ? ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചി നമ്പർ ഇത്രാമത്തെ പൊസിഷനിലുള്ള നമ്പർ ഇതാണ്. ഏത് നമ്പറാണ്? അപ്പം എന്നും nth പൊസിഷനിലുള്ള നമ്പർ ഫിബ് ഓഫ് n. ഞാൻ ആ എന്നിനെ ഞാൻ പിന്നെയും ഈ ഫംഗ്ഷൻ കോൾ ചെയ്തു. ആ ഫംഗ്ഷൻ ഇത് റിക്കർസീവ് ഫംഗ്ഷനാണ്. എന്താണ്, നേരത്തെ അതേ ഫംഗ്ഷൻ അല്ലേ, അതിനകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, ആ ഫംഗ്ഷൻ തന്നെ ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ 2 ആണ് വരുന്നതെങ്കിൽ 2 ഇവിടെ വന്നു, അപ്പം 2 1 റിട്ടേൺ ചെയ്യും. 3 ആണ് വരുന്നതെങ്കിൽ നേരത്തെ പോലെ ചെയ്തിട്ട് അവിടെയും 1 റിട്ടേൺ ചെയ്യും. 4 ആണ് വരുന്നതെങ്കിൽ നേരത്തെ പോലെ ചെയ്തിട്ട് അവിടെ 3 റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. So the output will be like that. Enter a positive integer 9, then Fibonacci number 9 is 21. Okay, ഇനി നമുക്ക് അപ്പം ഇത്രയാണ് ഫിബൊനാച്ചിയുടേത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതേത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീരീസ് കണ്ടുപിടി 1 + 1/2 ഫാക്ടോറിയൽ + 1 + 3 ഫാക്ടോറിയൽ. നമ്മൾ ഫാക്ടോറിയൽ നമ്മൾ ഓൾറെഡി ചെയ്തു റിക്കർസീവ് നേച്ചറിൽ. അത് തന്നെയാണ് ചെയ്യേണ്ടതും. അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, റിക്കർസീവ് ഫംഗ്ഷൻ അത് തന്നെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതാൻ മതി. ഓക്കെ, റിട്ടേൺ 1. ഇവിടെ എൽസ് ഇട്ടിട്ടില്ല. എൽസ് ഇടണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്താണ്, ഇവിടെ വരുമ്പോഴത്തേക്കും 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അതല്ല എങ്കിലേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഓക്കെ, റിട്ടേൺ n × ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. Okay, so void main int ni ഇത് നമ്പർ ലിമിറ്റ് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് 3 ഫാക്ടോറിയൽ അങ്ങനെ പോവുകയാണ്. അപ്പം n ഫാക്ടോറിയൽ വരെ പോവാം, 1/n ഫാക്ടോറിയൽ. അപ്പോൾ ആ n നമ്മൾ ചോദിക്കണം. അതിന് വേണ്ടിയിട്ട് n ചോദിച്ചു. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് n. ദെൻ ഇനി ഞാൻ ആ സീരീസ് ജനറേറ്റ് ചെയ്യണം.
ആ സീരീസ് ജനറേറ്റ് ചെയ്യാൻ എന്താണ് ആദ്യത്തെ കേസ് ഏതാണ് 1/1 ഫാക്ടോറിയൽ ആണ്. രണ്ടാമത്തെ എന്താണ് 1/2 ഫാക്ടോറിയൽ. മൂന്നാമത്തെ എന്താണ് 1/3 ഫാക്ടോറിയൽ. ആ കൗണ്ടർ തന്നെയാണ് അവിടെ ഫാക്ടോറിയൽ ആയിട്ട് വരുന്നത്. അപ്പം 1 എന്തായാലും ഉണ്ട് അല്ലേ, അത് സം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ ഇത് 1 to n വരെ നമ്മളെ കൗണ്ടർ വേരി ചെയ്യുക, 1 to n വരെ മൂവ് ചെയ്തു. 0 വേണ്ട, 0 to n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ചെയ്യണം. അപ്പോൾ അതിനെക്കാട്ടിയും 1 തൊട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 തൊട്ട് മൂവ് ചെയ്യാം, 1 തൊട്ട് n വരെ മൂവ് ചെയ്യുക. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് അല്ലേ, ഈ സം ചെയ്ത് പോകുമല്ലേ. അപ്പം സം ഇസ് ഈക്വൽ ടു സം പ്ലസ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ 0 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം കേട്ടോ. സം ഇസ് ഈക്വൽ ടു 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്യണം, അതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഗാർബേജ് വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് 1 അല്ലേ, 1 ഫാക്ട് ഓഫ് i. ആദ്യം 1 ഫാക്ടോറിയൽ, അല്ലാതെ രണ്ടാമത് 2 ഫാക്ടോറിയൽ, മൂന്നാമത് 3 ഫാക്ടോറിയൽ, അങ്ങനെ ആഡ് ചെയ്ത് പോവാം. പിന്നെ ഇതെന്തുകൊണ്ടാണ് 1.0 എന്ന് കൊടുത്തത്? ഇത് അല്ലെങ്കിൽ ഇൻറ്റിജർ ഡിവിഷൻ ആയിപ്പോവും. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.0, അപ്പം അതുകൊണ്ട് ഇത് ഫ്ലോട്ടിംഗ് പോയിന്റിലായിരിക്കും ആൻസർ തരുന്നത്. അത് ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, അതല്ല എങ്കിൽ 1 എന്ന് മാത്രം കൊടുക്കണം നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ മുന്നിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഫ്ലോട്ട് എന്ന് കൊടുക്കുക ബ്രാക്കറ്റിൽ. നമ്മൾ നേരത്തെ പലതിലും ചെയ്തിട്ടില്ലേ, ഫ്ലോട്ട് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക, ഫ്ലോട്ട് 1. ഓക്കെ, ദെൻ പ്രിൻ്റ് ഓഫ് സം ഇസ് ഈക്വൽ ടു സം. ഈ സം ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, നമ്മൾ റിക്കർസീവ് നേച്ചറിൽ ചെയ്തില്ലേ, റിക്കർസീവ് നേച്ചറിൽ ഫാക്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റർ ദ ലിമിറ്റ്, ഞാൻ 5 കൊടുത്തു. അപ്പം സം ഇസ് ഈക്വൽ ടു 1.716667. ഇങ്ങനെ വേണ്ടെങ്കിൽ 1.72 എന്ന് വരണമെങ്കിൽ ഇവിടെ 0.2f എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നൗ ഇനി സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ നമ്പർ. സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ നമ്പർ എന്താണ്? നമ്മൾ നമ്പർ റീഡ് ചെയ്യുന്നു. ഓക്കെ, നമ്പർ റീഡ് ചെയ്യുന്നു, അതിനുശേഷം സം ഇസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ് n ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നോർമലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ n ഇവിടെ വന്നു കഴിഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ്സ് n mod 10 പ്ലസ് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് n mod 10 പ്ലസ് സം ഓഫ് ഡിജിറ്റ് n/10. ഓക്കെ, അപ്പം n mod 10 എന്ന് പറയുന്നത് എന്താണ്? n mod 10 ഇപ്പം 55 ആണെങ്കിൽ, അതായത് 56 ആണെങ്കിൽ n mod 10 എന്ന് പറയുമ്പോൾ 6 കിട്ടും. 6 പ്ലസ് സം ഓഫ് ഡിജിറ്റ് ഓഫ് n/10. അടുത്ത കോളിൽ എന്താണോ നമ്മളത് ആ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ ആ വീഡിയോ കാണുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം അടുത്ത കോളിൽ നമ്മൾ എന്താണോ നമ്മൾ പിന്നെ ചെയ്യുന്നത്, ലൂപ്പിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക്, ലൂപ്പിനെയാണ് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. ലൂപ്പിൻ്റെ കേസിൽ അടുത്ത ഐട്രേഷനിൽ വരുമ്പോഴത്തേക്ക് എന്നിൻ്റെ വാല്യൂ എന്താണ്, അതാണ് നമ്മളിവിടെ അടുത്ത കോളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ഓരോ ലൂപ്പിലും എന്താ ചെയ്തത്, എന്നിനെ അവസാനത്തെ നമ്പറിനെ കളഞ്ഞ് അടുത്ത ഐട്രേഷനിലേക്ക് പാസ് ചെയ്തു അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ എന്നിനെ കളഞ്ഞിട്ട്, എന്നിൻ്റെ അവസാനത്തെ ഡിജിറ്റിനെ കളഞ്ഞിട്ട് അടുത്ത കോളിലേക്ക് പാസ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് റിമൈൻഡറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ n mod 10 എന്ന് പറയുമ്പോൾ 56 ആണെങ്കിൽ 6 പ്ലസ് സം ഓഫ് ഡിജിറ്റ് ഓഫ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു 5 അല്ലേ. 56/10 5, അതപ്പോൾ 5 അടുത്തയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും 5 mod 10 എന്ന് പറയുമ്പോഴത്തേക്കും 5 വന്നു. ഓക്കെ, 5 പ്ലസ് ഇത് സം ഓഫ് ഡിജിറ്റ് ഓഫ് 5/10, അപ്പോൾ 0 വന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും 0 റിട്ടേൺ ആയി. അപ്പം ഇവിടെ 0 ആയി. 0 പ്ലസ് 5, 0 പ്ലസ് 5 5 ആണ് നേരത്തെ കോഡിലേക്ക് റിട്ടേൺ ആയി. നേരത്തെ കോഡിൽ ഓൾറെഡി 6 പ്ലസ് ഉണ്ട്, 6 പ്ലസ് 5 ആയി. 6 പ്ലസ് 5 11 ആയി. ഓക്കെ, അപ്പം റിട്ടേൺ 11. അപ്പം 11 അതിൻ്റെ ആൻസർ. 56ൻ്റെ ആൻസർ 11 ആയിട്ടായിരിക്കും വരും. അപ്പോൾ അതേപോലെയാണ് ഓരോ എക്സാമ്പിൾ ചെയ്തു നോക്കുക. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒരെണ്ണം എക്സാമ്പിൾ ഇട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഇത് എക്സാമ്പിൾ ഔട്ട്പുട്ട് 124, സം എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, 4 to 1 അത് ആഡ് ചെയ്ത് വരുമ്പോൾ 7. ഇനി അടുത്തത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അവിടെയും നമ്പർ റീഡ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ കൊടുക്കുന്നതുകൊണ്ട് ഇതിനൊന്നും പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ താഴെ കൊടുക്കുക, എന്നിട്ട് മുകളിൽ വേണമെങ്കിൽ പ്രോട്ടോടൈപ്പ് കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. കാര്യം എക്സാമിന് നോക്കുമ്പോഴത്തേക്കും പ്രോട്ടോടൈപ്പ് എഴുതാനും ഒക്കെ നിങ്ങൾക്ക് അറിയാവുമെന്ന് ചിലപ്പം ഉണ്ടാവും, അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് താഴെ കൊടുത്തിട്ട് ഇവിടെ പ്രോട്ടോടൈപ്പ് എഴുതുന്നത് തന്നെയാണല്ലോ. പ്രോട്ടോടൈപ്പ് തെറ്റിക്കാതെ എഴുതുക. ഓക്കെ, അപ്പോൾ എൻ്റർ ദി നമ്പർ റീഡ് ചെയ്യുന്നു. ദെൻ സം ഈസ് ഈക്വൽ ടു സം ഓഫ് n.
ഓക്കെ, എന്നിനെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യുന്നത്, ഇപ്പം 5 ആണെങ്കിൽ 5 പ്ലസ് സം ഓഫ് 4. അപ്പോൾ 4 വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് 4 പ്ലസ് സം ഓഫ് 3. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് സം ഓഫ് 0. അപ്പോൾ 0 വരുമ്പോഴത്തേക്കും റിട്ടേൺ 0. അപ്പം 5 പ്ലസ് 0 5, അത് തിരിച്ചു പോകും. അപ്പോൾ 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2, അങ്ങനെ എല്ലാം ആഡപ്പ് ചെയ്തിട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ റിസൾട്ട് ആയിരിക്കും ഇതിൻ്റെ അകത്തേക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. സോ എൻ്റെ അത് നമ്പർ 5 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 15. 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻസ്. എല്ലാവരും ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ചെയ്യാത്തവർ അല്ലെങ്കിൽ തെറ്റിച്ചിട്ടുള്ളവർ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി തന്നെത്താനെ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.